സംഗതി വില്യം ഡിസൂസ് എന്നും പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പണി പറ്റിക്കുവോ ആവും. എനിക്ക് തെണ്ടിയ തന്നെ. ആ സർ. ആ സാർ ഇങ്ങനെ വാതിലും തുറന്നിട്ടിട്ട് പോയാ കള്ളന്മാർ കയറി പണി പറ്റിക്കും. ആ ഓക്കെ ഓക്കെ സർ. പോട്ടെ പോട്ടെ. അപ്പൊ സാറേ ഞങ്ങൾ പോകുന്നേ. ഓക്കെ ജോണേ. ആ പോട്ടെ പോട്ടെ. ആ പോട്ടെ. സമയം ഒരുപാടായി. എപ്പോഴാണ് അയാളൊന്ന് വരിക? അയ്യേ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോ ഏത് സൗണ്ട് ഇട്ടാലും പേടിക്കും. എലിയായിരിക്കും. പഴഞ്ചൻ കസേരയാ. പേടിച്ചുപോയി. സാർ എത്തിയോ? Good evening, Raju. ഗുഡ് ഈവനിങ് സർ. I am Professor William D'Souza. Sir. How are you? ഫൈൻ സർ. എന്തു പറ്റി? സാറിന്റെ കൈക്ക് ഭയങ്കര തണുപ്പ്. പുറത്തു നല്ല തണുപ്പല്ലേ? മാത്രമല്ല മഞ്ഞകാലം തുടങ്ങിയിരിക്കുന്നു. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ആ സർ. ഞാൻ രാജുവിനെ ബുദ്ധിമുട്ടിച്ചല്ലേ? ഇറ്റ്സ് ഓക്കെ സർ. ഇതൊക്കെ ഞങ്ങളുടെ ജോലിയല്ലേ. ഈ പേപ്പറിലൊന്ന് ഒപ്പിടണം. ഓ യെസ്. ദാ പേന. താങ്ക് യു സർ. വെൽക്കം. 30,000. ഉദ്ദേശിച്ച പോലെ തന്നെ പറ്റിച്ചു. പറഞ്ഞ പോലെ എക്സ്ട്രാ 10,000. താങ്ക് യു സർ. മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ. ഏതായാലും ഇതെനിക്ക് വലിയ സഹായമായി. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സാറിനറിയാമോ, ഷിപ്പിംഗ് ക്ലിയറിംഗ് ഏജൻസിയിൽ ഒരു ജീവനക്കാരന് കിട്ടുന്ന ശമ്പളം 7,000 രൂപയാണ്. സംഗതി ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഒക്കെയാ. പക്ഷെ ഒരു 10,000 രൂപ ഒരുമിച്ച് കൈ കിട്ടുന്നത് ഇപ്പോഴാണ്. അത് സാറിന്റെ വലിയ മനസ്സ്. താങ്ക് യു സോ മച്ച് സർ. മൈ പ്ലഷർ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ? അല്ല, ഇപ്പൊ ഈ രാത്രിയിൽ പോണോ? ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക്. അതൊക്കെ ഞാൻ പോയിക്കോളാം. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു ശീലമല്ല. ഓക്കെ രാജു, ആസ് യു വിഷ്. താങ്ക് യു സർ. ഇവിടെ ഇരുന്ന പെട്ടികളൊക്കെയോ സാർ? അതൊക്കെ ഞാനിവിടെ തകർത്ത് വെച്ചിടൂ. ഒറ്റയ്ക്കോ? വല്ല ഗുസ്തിക്കാരനും ആയിരിക്കും. ഓ, ഇന്ന് കണി കണ്ടവനെ തന്നെ എന്നും കാണണേ. അയാൾക്കെന്താ പട്ടിക വേഷമുണ്ടോ? അമ്മോ സാറേ, സാറേ, വില്യം ഡിസൂസ സാറേ, എന്റെ പൊന്നി സാറേ, ഒന്ന് ഓടി വരണേ. സാറ് വന്നില്ലെങ്കിൽ ഇതെങ്കിലും എന്നെ കടിച്ചു കയറും. അറിയില്ല നിനക്ക് തെണ്ടിയാണോ പണി ഉണ്ടത്? സാറേ, സാറേ, Go back.
Go back. അത് ശരി. അപ്പൊ ഈ പട്ടികൾക്ക് ഇംഗ്ലീഷേ അറിയൂ. സോറി. സാറ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം കട്ട പുകയായി പോയേനെ. എന്റെ അമ്മോ, ഇതൊക്കെ സാറ് വളർന്ന പട്ടികളാ? വളർത്തുന്നതല്ലെങ്കിലും ഞാൻ പറഞ്ഞ കേൾക്കുന്ന പട്ടികളാ. അത് ശരി. ഇനിയിപ്പോ ഈ രാത്രി സാർ പോവാൻ പറഞ്ഞാൽ പോലും ഞാൻ പോലെ സാർ. പോവാൻ പറയല്ലേ സാർ, പ്ലീസ്. താൻ വാ, ആദ്യം വന്നൊന്ന് ഫ്രഷ് ആവും. ഡൈനിങ് റൂമിലേക്ക് വന്ന ഡിന്നർ കഴിക്കാം. താങ്ക് യു സാർ. ഓ, ഞാനിപ്പോ പട്ടിക്ക് ഡിന്നർ ആയനെ സാർ. ഈ വീട്ടിൽ സാർ ഒറ്റയ്ക്കാ കഴിയുന്നത്? എന്താ ഇത്രയും വലിയ ബംഗ്ലാവ് ഉണ്ടപ്പോ താ പേടിച്ചു പോയോ? ഏയ്, പ്ലീസ് കം. ആ മുറി പോയി തനിക്ക് ഫ്രഷ് ആവാം. വിദേശത്തൊക്കെ ജീവിച്ച ആളായതുകൊണ്ടായിരിക്കണം ഇത്ര ആതിഥ്യ മര്യാദ, സംസ്കാരം നിറഞ്ഞ പെരുമാറ്റം. സത്യം പറഞ്ഞ സാറിനെ നമിക്കണം. എന്റെ വിസിറ്റ് കാർഡ് തരാം. കേരളത്തിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ അപ്പോ ഓടിയെത്തും. തന്റെ എന്തോ താഴെ പോയി. ഫോട്ടോയാ? സർ, ആള് കൊള്ളാമോ? എന്റെ പെണ്ണ മീന, MBBS കഴിഞ്ഞ് ഹൗസ് സർജനാ. എന്റെ അമ്മാവന്റെ മോള് തന്നെ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെൺകുട്ടി. യു ആർ വെരി ലക്കി. താങ്ക് യു. ലക്ക് പൂർണ്ണമാവണമെങ്കിൽ ഒരു ബെറ്റർ ജോബ് കിട്ടണം സർ. അതിനെ ഞാൻ ഇപ്പൊ ട്രൈ ചെയ്യും. പിന്നെ സർ, എന്ത് പറ്റി സർ? കഴുത്ത് മുറിഞ്ഞിരിക്കുന്നു. ഓ, ഇത് വെളി പട്ടിയിട്ട് ഓടിച്ചപ്പോ മുറിഞ്ഞതായിരിക്കും. സാരല്ല സർ, ഇറ്റ്സ് ഓക്കെ. ഞാനെന്താ പറഞ്ഞു വന്നത്? ജോബിന്റെ കാര്യം. ആ, കല്യാണക്കാര്യം പറയുമ്പോഴൊക്കെ നിനക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടു പോകും അമ്മാവൻ. ആ, അമ്മാവനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, ആളൊരു പുലിയാ. ഈ കേരളം മുഴുവൻ അറിയുന്ന വലിയ തന്ത്രിയും മന്ത്രവാദിയും ഒക്കെയാ. സൂര്യമൂർത്തി മനയിലെ സൂര്യൻ തിരുമേനി എന്ന് പറഞ്ഞ കിടുങ്ങും. ആര്? പ്രേതങ്ങള്. രാജു എന്റെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എങ്ങോട്ടാ? വിദേശത്തേക്കാണോ? എന്താ വരുന്നോ? വരുന്നോന്നോ? എങ്കിൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. എത്ര നാളത്തിന്റെ സ്വപ്നം എന്നറിയോ സാറിന്? എങ്കിൽ പോയി ഫ്രഷ് ആയിട്ട് വാ. തൽക്കാലം ഡിന്നർ കഴിക്കും. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒരു ബന്ധവുമില്ലാത്ത ഈ നാട്ടിലേക്ക് ഞാൻ എത്തിപ്പെട്ടതിന്റെ കാരണം ഇപ്പോഴാ മനസ്സിലായത്. എന്റെ രാജകുമാരി, ദ പ്രിൻസസ് ഓഫ് ട്രാൻസിൽവേനിയ. വീരയോദ്ധാവായിരുന്ന കിങ് ഡ്രാക്കുള യുദ്ധത്തിൽ മരണമടഞ്ഞെന്ന ശത്രുക്കളുടെ കുപ്രചരണം കേട്ട് ഡ്രാക്കുളയുടെ പ്രിയ സഖി പ്രിൻസസ് മീന അൾത്താരയ്ക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്തു. ആ വേദന സഹിക്കാനാവാതെ ഈശ്വരന് നേരെ വാളോങ്ങാൻ ഡ്രാക്കുള തയ്യാറായി. അതൊരു ദുരന്തത്തിന്റെ ആരംഭമായിരുന്നു. ഡ്രാക്കുള എന്ന വാമ്പയറിന്റെ ഉത്ഭവം. നീ റെഡിയായോ മീന? ഞാൻ കൃത്യം 4 മണിക്ക് ബീച്ചിലെത്തും. ഗെറ്റ് റെഡി ഫോർ എ സർപ്രൈസ്. Yeah, I'm getting ready. ഏയ്, നിക്കാനാ പറഞ്ഞത്. ചുമ്മാ ഒരു പബ്ലിക് പ്ലേസാ, വൃത്തിയോട് കാണിക്കരുത് കേട്ടോ. അല്ലേലും വൃത്തിയോടൊന്നും കാണിക്കണ്ട. ആരെങ്കിലും കണ്ട മോശമല്ലേ? ഇപ്പൊ ഒരു ഉമ്മ വന്നാ മതി. No.
ഇതൊക്കെ ഒരു കാമുകന്റെ മൗലിക അവകാശമല്ലേ? ഇത് ചുമ്മാ വേഷം കിട്ടല്ലേ? എങ്കിൽ പിന്നെ ഞാനിത് തരില്ല. വേണ്ട, ഹേയ്, കൊണ്ട് നീന. ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കാം. എന്നാ പിന്നെ ഇത് കടപ്പുറത്ത് കിടക്കട്ടെ. എന്റെ ദേവി, ഈ അറബിഷ്കൻ എനിക്ക് വേണ്ടി വലിയ ഗിഫ്റ്റ് ആണല്ലോ വാങ്ങിയത്. ഗുഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ആൾക്ക് നല്ല പുരോഗതി ഉണ്ട്. പുരോഗതി ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. നീ നിന്റെ അച്ഛനും പറയുന്ന പോലെ ഒരു മത്തപ്പാടി കേസ് എന്നല്ല ഞാൻ ഇന്നിപ്പോ തെളിയിക്കാൻ പോവാ. എന്താ സംഭവം? ഞാനോടൊന്ന് അറിയട്ടെ. വല്ല ലോട്ടറി ഞാൻ അടിച്ചോ? ലോട്ടറി? അങ്ങനെയും പറയാം. തൽക്കാലം ഒരു 10,000 രൂപ ലോട്ടറി. ഞാൻ ഇന്നലെ ഒരു ഇഡിയോട്ട് പാർട്ടിയെ പരിചയപ്പെട്ടു. പ്രൊഫസർ വില്യം ഡിസൂസ. അങ്ങേരാളൊരു സംഭവം. വിദേശത്ത് വന്ന എന്നെയും വിദേശത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം? വിദേശത്ത് പോകാൻ പറ്റിയ രാജു രക്ഷപ്പെടുമെന്ന് ജാതകം നോക്കി എന്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിന്റെ അച്ഛൻ അങ്ങനെ പലതും പറയും. നല്ല ജോലി ഇടിയിലും കല്യാണം പോലും കഴിപ്പിച്ചതല്ലാന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. നീ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി. MBBS കഴിഞ്ഞ MDക്ക് നീ വെളിയിലായിരിക്കും പഠിക്കുക. Oh my God! വിദേശത്ത് പോയി MD എടുക്കാന്നുള്ളത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫല. അത് ശരി. അപ്പൊ ഞാൻ ഈ പ്രൊഫസറെ കറക്കി കയ്യിലെടുത്തോണ്ടൊന്നുമല്ല. ഇത്രയും ഭയങ്കര സംഭവം ശരിയാക്കി വന്നിരിക്കുക. ഇനി ഞാൻ ചോദിച്ചു നിങ്ങൾ തന്നേക്ക്. Okay.